ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ നമ്മൾ ജ്വല്ലറി സെക്ടറിൽ നിന്നുള്ള രണ്ടാമത്തെ ഒരു കമ്പനിയുടെ ബിസിനസ് അപ്ഡേറ്റ് ആണ് സംസാരിക്കാൻ പോകുന്നത്. PNGS റേവ ഡയമണ്ട് എന്നാണ് കമ്പനിയുടെ പേര്. പുതിയതായിട്ട് IPO വന്നൊരു കമ്പനിയാണ്. മാർച്ച് 3 തീയതിയാണ് അവർ IPO വന്നിരുന്നത്. അവർ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഉള്ള ഒരു കമ്പനിയായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. മെയിനായിട്ട് അവർ സെല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയമണ്ട് ജ്വല്ലറീസ് ആണ്. നമുക്ക് അവരുടെ ബിസിനസ് അനാലിസിസ് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഇപ്പോൾ Q4 റിസൾട്ടിന്റെ അപ്ഡേറ്റ് ആണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്വാർട്ടറിൽ അവർ ഏകദേശം 139% റവന്യൂ ഗ്രോത്ത് വന്നിട്ടുണ്ട്. ആ 139%-നകത്ത് ഇപ്പോൾ അവരുടെ ഒരു ഗോൾഡ് സെല്ലിങ്ങിന്റെ റവന്യൂ ഉണ്ട്. ഗോൾഡ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഗോൾഡ് അത് ഒരു ജ്വല്ലറിക്ക് വേണ്ടി യൂസ് ചെയ്തതിന് ശേഷം മിച്ചമുള്ള ഒരു ഗോൾഡ് ഉണ്ട്. ആ ഗോൾഡ് അവർ പുറത്തേക്ക് സെല് ചെയ്യുന്നുണ്ട്. ആ സെല്ല് ചെയ്ത അവരുടെ ആ ഒരു ഗോൾഡ് സെല്ല് ചെയ്ത എമൗണ്ട് ഒഴിവാക്കിയാൽ പോലും അവർക്ക് ഏകദേശം 97% ഗ്രോത്ത് വന്നിട്ടുണ്ട് റീറ്റെയിൽ ജ്വല്ലറിയിൽ തന്നെ. അത് നോക്കുമ്പോൾ നല്ല ഗ്രോത്ത് തന്നെയാണ് കമ്പനിയിൽ വന്നിരിക്കുന്നത്. ഓൾമോസ്റ്റ് 100% ഗ്രോത്ത് അവിടെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ് ഗോൾഡ് സെല്ലിംഗ് ഒഴിവാക്കിയതിന് ശേഷം പോലും ഗോൾഡ് സെല്ലിംഗ് കൂട്ടിയാൽ ഏകദേശം 140%-ആണ് അവരുടെ ഗ്രോത്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ മാനേജ്മെന്റ് ഗൈഡൻസ് അനുസരിച്ചിട്ട് മാനേജ്മെന്റ് ഇപ്പോൾ അവർക്ക് ഏകദേശം ടോട്ടൽ 36 ഷോറൂംസ് ആണ് ഉള്ളത്. അതിനകത്ത് 34 എന്നുള്ളതെന്ന് വെച്ചാൽ ഷോപ്പാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, PNGS റേവ എന്നാണ് കമ്പനിയുടെ പേര്. ഇവർ PN ഗാഡ്ഗിൽ ആൻഡ് സൺസിന്റെ അണ്ടറിൽ വരുന്ന ഒരു കമ്പനിയാണ്. PN ഗാഡ്ഗിൽ ആൻഡ് സൺസ് എന്ന് പറയുമ്പോൾ PN ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് അല്ല, അതല്ലാതെ ഇത് രണ്ട് കമ്പനികളാണ്. PN ഗാഡ്ഗിൽ ആൻഡ് സൺസിന്റെ അണ്ടറിൽ വരുന്ന കമ്പനികളാണ് ഈ പറഞ്ഞ PNGS റേവയും അതേപോലെ തന്നെ PNGS ഗാർഗി ജ്വല്ലേഴ്സും. ഈ പറഞ്ഞ PNGS ഗാർഗി ജ്വല്ലേഴ്സിന്റെ അവരുടെ ഷോപ്പിനുള്ളിൽ ഈ പറഞ്ഞ PNGS റേവയുടെ ഷോറൂംസ് അവർ ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഷോപ്പ് എന്ന് പറയും. ഷോപ്പിനുള്ളിൽ തന്നെ PNGS ഗാർഗിയുടെ വലിയ ഷോറൂംസിനുള്ളിൽ തന്നെ PNGS റേവയുടെ ഷോറൂംസ് ഉണ്ട്. സോ അങ്ങനത്തെ ഷോറൂംസ് അവർക്ക് ഏകദേശം 34 എണ്ണം ഉള്ളത്. അതിൽ ഒരെണ്ണം ഈ ഒരു ക്വാർട്ടറിലാണ് ഓപ്പൺ ചെയ്തേക്കുന്നത്. അത് കൂടാതെ 2 കോക്കോ ഷോറൂംസ് ഉണ്ട്, കമ്പനി ഓപ്പറേറ്റഡ്. അതിൽ ഒരെണ്ണം ഈ ഒരു ക്വാർട്ടറിൽ തന്നെയാണ് അവർ ഓപ്പൺ ചെയ്തേക്കുന്നത്. അങ്ങനെയാണ് ടോട്ടൽ ഈ പറഞ്ഞ കോക്കോ ഷോറൂംസ് 2 അതേപോലെ തന്നെ ഷോപ്പ് 34 അങ്ങനെ ടോട്ടൽ 36 ഷോറൂംസ് ആണ് കമ്പനിക്ക് ഇപ്പോൾ ഉള്ളത്. മാനേജ്മെന്റ് ഈ പറഞ്ഞ IPOയുടെ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു അവർ അടുത്ത 24 മാസത്തിനുള്ളിൽ ഏകദേശം 15ഓളം പുതിയ ഷോറൂംസ് ഓപ്പൺ ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേന് അതിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് FY 27 വരുന്ന ഫിനാൻഷ്യൽ ഇയറിൽ അവർ 9 ഷോറൂംസ് ആണ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ 36-ൽ നിന്ന് 9 ഷോറൂംസ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ തന്നെ മാനേജ്മെന്റ് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ PNGS ഗാർഗിയായിട്ട് കൃത്യമായിട്ട് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ അവർ പുതിയതായിട്ട് ഷോറൂംസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഷോപ്പ് എന്തായാലും ഷോപ്പായിട്ട് അത് ആ ഷോപ്പിന്റെ കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ PNGS ഗാർഗിയുടെ നമ്മൾ ഷോറൂം ഓപ്പണിംഗ് എങ്ങനെയാണെന്ന് നോക്കിയാൽ അവരുടെ മാനേജ്മെന്റ് കഴിഞ്ഞ ക്വാർട്ടറിന്റെ Q3 റിസൾട്ടിന്റെ സമയത്ത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് FY 27 അവർ 20-ന് മുകളിൽ ഷോറൂംസ് മിനിമം 20 ഷോറൂംസ് എങ്കിലും ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാക്സിമം ഒരു 25-30 ഷോറൂംസിനുള്ളിൽ ഓപ്പൺ ചെയ്യുമെന്നാണ് പറഞ്ഞത്. അതിൽ നമ്മൾ 25 ഷോറൂംസ് എടുത്താൽ പോലും 25 ഷോറൂംസ് എടുക്കുമ്പോൾ അത് 25ന്റെ കൂട്ടത്തിൽ ഇവരുടെ ഷോപ്പ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ 25 ഷോറൂംസ് ഈ പറഞ്ഞ PNGS റേവയുടെ ഷോറൂംസ് ഈ പറഞ്ഞ ഷോപ്പായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇവർ സ്വന്തമായിട്ട് ഓപ്പൺ ചെയ്യുന്ന 9 ഷോറൂംസ് കൂടെ കൂട്ടിയാൽ ഏകദേശം ഒരു 34-35 ഷോറൂംസ് ഇവർക്ക് അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ നോക്കി ഇപ്പോൾ ഉള്ള 36 ഷോറൂംസ് അവിടുന്ന് ഡബിൾ ആകാനുള്ള സാധ്യതയാണുള്ളത്. അങ്ങനെ നോക്കുമ്പോഴത്തേന് കമ്പനിയിൽ മൊത്തത്തിൽ വോളിയം ഗ്രോത്ത് കൊണ്ട് തന്നെ ഏകദേശം ഒരു 90-100% ഗ്രോത്തിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. നമ്മൾ അത്ര നോക്കേണ്ട ആവശ്യമില്ല. എങ്കിലും ഒരു 50%-ന് മുകളിൽ കമ്പനിക്ക് അടുത്തൊരു ഫിനാൻഷ്യൽ ഇയറിൽ അതിനടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ ഗ്രോ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളൊരു കമ്പനിയാണ് PNGS റേവ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമ്മൾ ട്രാക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനനുസരിച്ച് തന്നെയാണ് അവരുടെ റിസൾട്ടുകൾ അവർ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ Q3 റിസൾട്ട് നല്ല നമ്പേഴ്സ് ആയിരുന്നു. അതുപോലെ തന്നെ Q4 നമ്പേഴ്സും വന്നിരിക്കുന്ന നല്ല നമ്പേഴ്സാണ്. ഇനി മാനേജ്മെന്റിന്റെ കമന്ററി കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് റിസൾട്ട് വരുമ്പോൾ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.